യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ സാത്താൻ എന്നും സമർത്ഥനാണ്. കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലും ഇത് വ്യക്തമായി നാം കാണുന്നുണ്ട്. എന്നാൽ യേശു തിരുവചനത്തിൻ്റെ ശക്തിയാൽ സാത്താനെ പരാജയപ്പെടുത്തി. ഒരു വ്യക്തിയുടെ ദൗർബല്യം എന്താണെന്ന് കണ്ട് അതിൻ്റെ വലയിൽ അവനെ അകപ്പെടുത്തുവാൻ സാത്താൻ എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന കൽപ്പനയാണ് പറുദീസായിൽ മനുഷ്യൻ ഏറ്റുവാങ്ങിയത്. എന്നാൽ വിയർക്കാതെ കുറുക്കുവഴിയിലൂടെ അപ്പം ഭക്ഷിക്കുവാൻ സാത്താൻ അവനെ പ്രേരിപ്പിച്ചു. നമ്മുടെ ദൗർബല്യങ്ങളിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളേവരെയും ക്ഷേമ ഇസ്രായേൽ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരിയേറെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന, നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. കാരണം നമ്മളിന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ ആത്മീയ ലോകത്തിൻ്റെ ശത്രുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് ആത്മീയ ലോകത്തൊരൊറ്റ ശത്രുവേ ഉള്ളൂ, ശരിക്കും പിശാച്. അവൻ്റെ കെണികളിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. അവൻ്റെ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകുന്നത് കൊണ്ടാണ്. കാരണം ഇത് ആത്മീയ ലോകത്തിൻ്റെ ശത്രുവായതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇവനങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അവൻ വഞ്ചകനായതുകൊണ്ട് അവൻ്റേതായ ചതിക്കുഴികളുണ്ട്. അവൻ നുണയനായതുകൊണ്ട് അവനിങ്ങനെ നുണ പറഞ്ഞ് നമ്മളെ വീടിക്കും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് തിന്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് ഏതു വഴിയിലൂടെയാണ് അവനത് സാധ്യമാക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ, നമ്മുടെ ജീവിതമായിട്ടൊന്ന് ധ്യാനിക്കാൻ പറ്റിയാൽ, നമുക്ക് പിശാച് കയറി വരുന്ന കുറേ വഴികളെ, മേഖലകളെ നമുക്ക് അടയ്ക്കാൻ പറ്റും. അതായത് നമുക്കൊരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലകളിൽ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാനെങ്കിലും പറ്റും. ഇവിടെ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് എന്ന്. കള്ളൻ വരുന്നത് അല്ലെങ്കിൽ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് കള്ളൻ വരുന്നത് എന്ന് വചനം നമ്മൾ പഠിപ്പിക്കുക. കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ശത്രുവിനെ കുറിച്ചാണ്. അവൻ വരുന്നത് രാത്രികാലത്താണെന്ന് വചനം പറയുന്നുണ്ട്, അല്ലേ? രാത്രിയിലാണ് കള്ളൻ വരുന്നത്. കള്ളൻ എപ്പോഴും രാത്രിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഉള്ളതിൻ്റെ അർത്ഥം, ഒരു ആത്മീയ മനുഷ്യൻ ആത്മാവിൽ ജാഗ്രത പാലിക്കാത്ത സമയത്താണ് കള്ളൻ വരുന്നത്, അല്ലേ? ഭൗതിക ജീവിതത്തിൽ നോക്കി വരുന്ന ഒരു കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് നമ്മുടെ യജമാനന് ഉണർന്നിരിക്കാത്ത സമയത്ത്,
എന്ന് പറഞ്ഞാൽ ഉറങ്ങി, ശാരീരികമായ ഉറക്കത്തിലായിരിക്കുമ്പോൾ കള്ളം വരുന്നു, എന്നിട്ട് ഭൗതിക സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ ഒരാത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരാത്മീയ മനുഷ്യനെ ആത്മീയ ലോകത്തിൻ്റെ ശത്രുവായ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴൊരു ആത്മീയ മനുഷ്യൻ ആത്മാവിൽ ജാഗ്രത പുലർത്താതിരിക്കുമ്പോഴാണ്. മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജാഗ്രതയില്ല, ബലമില്ല, അഭിഷേകമില്ലാത്ത സമയത്ത് പിശാച് വരും. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കും. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 7-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്, പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി നടപ്പുണ്ട്, ചുറ്റി നടക്കുന്നു. എന്നിട്ട് ഈ ആത്മാവിൻ്റെ ബലം കുറയുന്നു കാണുമ്പോൾ അവനടിക്കും, അവൻ കയറും. അതാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ഏത് വഴിയിലൂടെയാണ്, എങ്ങനെയാണ് പിശാച് നമ്മുടെ മേൽ കടന്നു വന്ന് അധികാരമെടുക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. പിശാച് എപ്പോഴും ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കള്ളൻ എപ്പോഴും ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ നമ്മളാകുന്ന ഭവനത്തെക്കുറിച്ച് ധ്യാനാത്മകമായിട്ട് ചിന്തിക്കുക. ഒരു ഭവനത്തിലേക്ക് കള്ളൻ പ്രവേശിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പിശാച് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് ചിന്തിക്കുക. എങ്ങനെയാ? അവനിങ്ങനെ എല്ലാ വാതിലും നോക്കും, ജനൽ നോക്കും, വാതിൽ നോക്കും, അടുക്കള വാതിലിൽ പോയി നോക്കും, ഫ്രണ്ടിലെ വാതിലിൽ പോയി നോക്കും. ഏത് വാതിലാണ് ഏറ്റവും വീക്ക് എന്ന് അവനാദ്യം കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഏത് ഏരിയയിലൂടെയാണ് കയറാൻ പറ്റുന്നത്, ഏത് മേഖലയിലാണ് പൊളിഞ്ഞിരിക്കുന്നത്, ഇളക്കിയെടുക്കാൻ പറ്റുന്നത്, പൊളിക്കാൻ പറ്റുന്നത്, എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്നതെന്ന് ഈ കള്ളൻ ശ്രദ്ധിക്കും. എന്ന് പറയുന്നത് പോലെ ആത്മീയ ലോകത്തിൻ്റെ ശത്രുവായ പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ബലഹീനതകളിലേക്കാണ്. എവിടെയാണ് വീക്ക്, ആ മേഖലയിലായിരിക്കും എപ്പോഴും അടിക്കാൻ പോകുന്നത്. കാരണം എന്താ? ആ മേഖല, ആ ഡോറ്, വീക്കുള്ള ഡോറിൽ ഒരു 10 പ്രാവശ്യം ഇടിച്ചു കഴിഞ്ഞാൽ, പൊട്ടിച്ചു കഴിഞ്ഞാൽ, അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീക്കുള്ള ഓടാമ്പലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. അവിടെയാണ് അവൻ പ്രവർത്തിക്കുള്ളൂ. നല്ല ഇരുമ്പിൻ്റെ ഉരുക്കിൻ്റെ ഡോറ് അപ്പുറത്തുണ്ടെങ്കിൽ അതിലിട്ട് പണിയാതെ, ചെറിയ മരത്തിൻ്റെ ഡോറുണ്ടെങ്കിൽ ഇതിലിട്ട് പണിയുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പോൾ പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ബലഹീനതകൾ, വീക്ക്നെസ്, അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഇതിലൂടെ അവനൊരു നമ്മളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വീക്കാണെങ്കിൽ അതൊക്കെ ഡോറുകളാണ്, അതിലൂടെ പിശാചിന് കയറാൻ പറ്റും. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം എടുത്താലും, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ കടന്നു പോയാലും നമുക്കറിയാം, ഈശോയെപ്പോലും പിശാച് പ്രലോഭിപ്പിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്, പിശാച് ഇങ്ങനെ ഒരു തക്കം പാർത്തിരിക്കുക. എന്നിട്ട് ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ പിശാച് പ്രലോഭകനായി കടന്നു വരികയാണ്. എന്നിട്ട് എന്നാ പറയുന്നത്? ആദ്യം കൊടുക്കുന്ന പ്രലോഭനം ഇതാ, എന്നാ? കിടക്കുന്ന കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനോ നിങ്ങളോ ആയിരുന്നു ഈ അവസ്ഥയിലേക്ക്. 10-40 ദിവസം പട്ടിണി കിടന്നിട്ട് വന്ന് കയറുമ്പോൾ എന്നാ കൺമുമ്പിൽ വെച്ചാലും ഇത് കഴിച്ചോളാൻ പറഞ്ഞാൽ അത് ടേസ്റ്റ് ഉള്ളതാണേലും ടേസ്റ്റ് ഇല്ലാത്തതാണേലും ചീഞ്ഞതാവാൻ നമ്മളെടുത്ത് കഴിയും. കാരണം എന്താ? ശരീരം അതുപോലെ ബലഹീനമാണ്, ശരീരത്തിന് അതുപോലെ വിശപ്പ്, ദാഹമുണ്ട്. അപ്പോൾ പിശാചിനറിയാം ഈശോ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളിലൂടെ കടന്നു പോകുന്ന നിമിഷമാണ്. അതുകൊണ്ട് എന്താ? പിശാച് കൊടുത്ത പ്രലോഭനം എന്താ നോക്കിക്കേ, ഈ കല്ലുകളെ അപ്പമാക്കാൻ. അപ്പം അതിലൂടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരീരത്തിൽ ഒരു ബലഹീനത ഉള്ളപ്പോൾ ആ ബലഹീനതകളിലൂടെ തന്നെ കയറാനായിട്ട് അവൻ പരിശ്രമിക്കുക. അപ്പോൾ ജഡത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ, ഒരു പ്രലോഭനം ഉണ്ടെങ്കിൽ, ഒരു ബലഹീനത ഉണ്ടെങ്കിൽ പിശാച് ആ ബലഹീനതയിൽ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണുകൾ ബലഹീനമാണെങ്കിൽ, എൻ്റെ ചിന്തകൾ ബലഹീനമാണെങ്കിൽ, എൻ്റെ നാവ് ബലഹീനമാണെങ്കിൽ, എൻ്റെ ഇന്ദ്രിയങ്ങൾ ബലഹീനമാണെങ്കിൽ, എൻ്റെ ചില ജഡത്തിൻ്റെ അഭിലാഷങ്ങളുടെ മുമ്പിൽ ഞാൻ ബലഹീനനാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മേഖലയിൽ തന്നെ പിശാചു ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഒരു എൻട്രി എടുക്കാൻ, അതിലൂടെ പ്രവേശിക്കും. സുവിശേഷങ്ങളിലൂടെയും വചനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈ ഒരു ആത്മീയ രഹസ്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പഴയ നിയമത്തിൽ ജോസഫ്, മനോഹരമായിട്ടൊരു ഉദാഹരണമുണ്ട്. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ജോസഫ് സ്വന്തം അപ്പൻ്റെയും സഹോദരങ്ങളുടെയും കൂടെ വസിച്ചിരുന്നവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം സഹോദരങ്ങളുടെ സ്വാർത്ഥതയും അസൂയയും കാരണം അവനെ പിടിച്ച് പൊട്ടക്കെട്ടിലിടുന്നു, എന്നിട്ട് വിൽക്കുന്നു. അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല,
കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ അവൻ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശൂന്യതയുണ്ട്. സ്വന്തം കൂടപ്പിറപ്പുകളുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു ശൂന്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ഒരു ഇമോഷണലി ഈ ഭയങ്കര വീക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ജോസഫ്. കാരണം എന്താ? കിട്ടേണ്ട സ്നേഹം കൂടപ്പിറപ്പുകളിൽ നിന്നോ അപ്പനിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും സ്നേഹം കിട്ടാതെ കഴിയുകയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈജിപ്തിൽ ജോസഫ് കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. 39-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ 39-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. പൊത്തിഫറിൻ്റെ ഭാര്യ കടന്നു വന്നിട്ട് ജോസഫിൻ്റെ അടുത്ത് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ ശയിക്ക്, ആരും കാണുകയില്ല, ഞാൻ നിനക്ക് കിട്ടാത്ത സ്നേഹം തരാം, ഞാൻ നിനക്ക് കിട്ടാത്ത സ്പർശനം തരാം, ഞാൻ നിനക്ക് കിട്ടാത്ത തലോടൽ തരാം എന്നൊക്കെ പറയുകയാണ്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാ, എന്നെ ആരും സ്നേഹിക്കാനില്ല, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഇപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയും, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. പിശാചിനറിയാം ഞാൻ ഇമോഷണലി, വൈകാരികതയിൽ, സ്നേഹത്തിൻ്റെ മേഖലയിൽ ഞാൻ വളരെ ബലഹീനനാണെന്ന് പിശാചിനറിയാം. ഞാൻ പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ നമ്മൾ അറിയുന്നതിനേക്കാളും നന്നായിട്ട് പിശാചിനും അറിയാം. അതുകൊണ്ടാണല്ലോ ആ മേഖലയിൽ തന്നെ അവൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങൾ കൈമോശം വന്നു പോകുന്നതിന് പിന്നിലുള്ള ഒരു കാരണം ഇതാ. ഒത്തിരി യുവജനങ്ങൾ ഇന്ന് വഴിവിട്ട ജീവിതത്തിലും അശുദ്ധമായ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നതിന് കാരണം ഇതാ. ഇന്ന് ഒത്തിരി ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ ദാമ്പത്യത്തിൽ സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നും സ്വന്തമാക്കേണ്ട, സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തമാക്കേണ്ട ഈ വൈകാരികമായ സ്നേഹത്തിൻ്റെ മേഖലയിലുള്ള വൈകാരികമായ ആ ഒരു തൃപ്തീകരണം നടക്കാത്തത് കൊണ്ട് എത്രയോ പേര് ദാമ്പത്യത്തിൽ അവിശ്വസ്തത കാണിക്കുന്നു. ഇതിനൊക്കെ പിന്നെ നിൽക്കുന്ന കാരണം എന്താ? ഈ വൈകാരികതയിൽ ബലഹീനതയുണ്ടെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. പലരും പറയണം, അച്ചോ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അച്ചോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അച്ചോ എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, അച്ചോ എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അച്ചോ എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അച്ചോ അവരെന്നെ സ്നേഹിക്കുന്നില്ല, അച്ചോ എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ സ്നേഹിക്കും. കാരണം ഇവിടെയൊക്കെ ഒരു നമ്മളറിയണം, നമുക്ക് ചില ബലഹീനതകളുണ്ടെന്ന്. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മളോട് തന്നെ പറയേണ്ട മറ്റൊരു ആത്മീയ രഹസ്യമാണ്, ഞാൻ ഈ മേഖലയിൽ ബലഹീനതകളുണ്ടെന്ന്. ഞാൻ കൂടെ വീണു പോകുന്ന, കൂടെ ആവർത്തിച്ച് നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഞാൻ ബലഹീനനാണെന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ സ്വന്തമാക്കണം. ഹല്ലേലൂയ. പഴയ ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയേ. ദാവീദ് നല്ല മിടുക്കനാ, രാജാവാ, അല്ലേ? അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? ജഡത്തിൻ്റെ മേഖലയിൽ ബലഹീനനായിരുന്ന ദാവീദ് കണ്ണുകളിലൂടെ ഒരു പാപം പ്രവേശിച്ചപ്പോൾ ആ പാപത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. ഭൃത്യൻ്റെ ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികൾ നമുക്കറിയാം. അല്ല, കർത്താവിൻ്റെ കൂടെ നടന്ന യൂദാസിൻ്റെ കാര്യം നോക്കിക്കേ. യൂദാസിന് എപ്പോഴും കണ്ണെവിടെയായിരുന്നു? പണപ്പെട്ടില്ലായിരുന്നു. നമുക്കറിയാം, വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽപാദത്തെങ്കിലിരുന്ന് ഒരു സഹോദരി കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ദ്രവ്യങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂദാസ് പറയുന്നുണ്ട്, വെറുതെ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ ഒഴിച്ച് ഇതൊക്കെ പാഴാക്കി കളഞ്ഞില്ലേ? ആണെന്താ കർത്താവിന് കൊടുക്കുന്നത് പാഴായി പോകുന്നൊക്കെ പിശാച് ഇങ്ങനെ ചിന്തിച്ചു, ഈ യൂദാസ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നഷ്ടം, സാമ്പത്തിക. അപ്പോൾ ഇവനെപ്പോഴും അതിൽ ഇങ്ങനെ ബലഹീനനാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് അർത്ഥം. അവൻ ആ മേഖലയിൽ വീക്കാണ്. കാശുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എന്തെങ്കിലും ലോകം വെച്ച് നീട്ടുന്ന ആത്മീയമോ ദൈവികമോ അല്ലാത്ത ഒരു പ്രവൃത്തിയിലൂടെ പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞ് ഈ വ്യക്തി വീടും. കാരണം എന്താ? ഈ ഒരു ബലഹീനത ഉള്ളതുകൊണ്ട്. കള്ളനോട്ട് ബിസിനസ്സോ, കഞ്ചാവ് ബിസിനസ്സോ, അല്ലെങ്കിൽ മറ്റേ പലിശ കാശോ, എന്നെ എന്ത് പരിപാടി ആയിക്കൊള്ളട്ടെ, പെട്ടെന്ന് കാശുണ്ടാക്കുന്ന പരിപാടികളിലേക്കൊക്കെ വീണു. കാരണം എന്താ? ഇതൊരു ബലഹീനതയായിട്ട് നിൽക്കുക. അതുകൊണ്ടെന്താ? തുച്ഛമായ വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതാണ് യൂദാസ്. അതുകൊണ്ട് പിശാച് എപ്പോഴും ആ മേഖലയിൽ തന്നെ അവനെ വീഴിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇത് അതുകൊണ്ടാണ് വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, പിശാച് വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്. അപ്പം അവൻ നമ്മുടെ ബലഹീനതകളിലേക്ക് ഉറ്റുനോക്കി
നമ്മുടെ ബലഹീനതകളിൽ എങ്ങനെ എപ്പോൾ കയറിപ്പറ്റാമെന്ന് പരിശ്രമിച്ച് അവൻ നമ്മുടെ ചുറ്റും നിൽക്കുക. ആദ്യ മാതാപിതാക്കളിൽ തന്നെ ഒന്ന് എടുത്ത് നോക്കിയേ. എനിക്ക് തോന്നുന്നു അവരുടെ ബലഹീനത എന്നാ, അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, അറിയാനുള്ളൊരു ആഗ്രഹം അല്ലേ. ഇത് പല പിള്ളേരും തെറ്റിലേക്ക് വീണു പോകുന്നതും അശുദ്ധമായ മ്ലേച്ഛപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതും തെറ്റായ കാര്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പഠിക്കുന്നതിനും കാണുന്നതിനൊക്കെ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി. വിശുദ്ധമായത് കാണാനല്ലേ കർത്താവ് ഈ കണ്ണുകൾ തന്നത്? എന്നിട്ട് ഈ കണ്ണുകളുടെ ക്യൂരിയോസിറ്റി കാരണം ഇന്ന് അശുദ്ധമായത് തന്നെ ചിലരൊക്കെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഈ ക്യൂരിയസാണ്, അറിയാനുള്ള ഒരു ആഗ്രഹം, അറിയാനുള്ള ചില ഒരാഗ്രഹങ്ങൾ അല്ലേ. അറിയാൻ പാടില്ലാത്തത് അറിയാനുള്ള ഒരു ആഗ്രഹം നല്ലതാണ്. പക്ഷേ അത് നമ്മൾ നന്മയിലൂടെ, സത്യമായതിലൂടെ, വിശുദ്ധമായതിലൂടെ കണ്ണുകളുടെ ബലഹീനതകളെ, കണ്ണുകളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അശുദ്ധമായതിലൂടെ അല്ല. ആ പിശാച് എപ്പോഴും ശ്രമിക്കുന്നതന്നെ, പിശാചിന് എന്നിൽ ഒരു പ്രവൃത്തി, എൻ്റെ ജീവിതത്തിന് മേൽ അധികാരം എടുക്കണമെങ്കിൽ പിശാചിന് കയറി വരാനുള്ള വഴികൾ പാപത്തിൻ്റെ അശുദ്ധിയുടെ വഴികളാണ്. ഈ വഴികളിലൂടെ മാത്രമേ പിശാചിന് നമ്മളിലൂടെ കയറാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ പിശാച് ഇതേ കണ്ണുകളുടെ മുമ്പിൽ വയ്ക്കും. വിശുദ്ധമായത് ദൈവം നമ്മുടെ കൺമുമ്പിൽ വയ്ക്കുമ്പോൾ അശുദ്ധമായത്, പാപകരമായത് പിശാച് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇതിലൂടെ പിശാച് എൻട്രി എടുക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ബലഹീനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നമുക്കെല്ലാം ബലഹീനതകളുണ്ട്. എല്ലാ മനുഷ്യർക്കും ബലഹീനതയുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക, എന്തിനാ ഈ ബലഹീനത എന്ന്? അല്ലേ, ബലഹീനത ഉണ്ടെന്ന് വെച്ച് ബലഹീനത അതിൽ തന്നെ കുഴപ്പമൊന്നുമല്ല. പക്ഷേ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നു, എൻ്റെ ബലഹീനതകൾ അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ പോരെ. ഈ ബലഹീനതകളിൽ നമുക്കൊരു ബലഹീനതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ സംഭവിക്കുന്നത്, ഈ ബലഹീനതയിൽ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് അതിജീവിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ബലഹീനതകളിൽ എപ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിത്യസഹായകനെ ഞാൻ കൂടെ നിർത്തും. പിശാച് എന്നാ ചെയ്യുന്നത്? എൻ്റെ ബലഹീനതകളിൽ മുതലെടുത്ത് എന്നെ കീഴ്പ്പെടുത്താനും എന്നെ നശിപ്പിക്കാനും പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതകളിൽ എന്നെ സഹായിച്ച് ആ ബലഹീനതകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവകൃപയിൽ എന്നെ അനുവദിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ പടി. എല്ലാവർക്കും ബലഹീനതകളുണ്ട്. അത് ഏത് മേഖലയിലാണ് എൻ്റെ ബലഹീനത? വൈകാരികതയിലായിരിക്കാം, ശരീരത്തിൻ്റെ ചില പ്രവണതകളിലായിരിക്കാം, ആത്മാവിൻ്റെ മേഖലകളിലായിരിക്കാം. ഏതു മേഖലയിൽ എൻ്റെ വൈകാരികതകളിലോ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബലഹീനതകളിൽ ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളൊരൊറ്റ പരിഹാരമേ അതിനുള്ളൂ. അതല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഈ ബലഹീനതകളെ പിശാച് മുതലെടുത്ത് നമ്മളിൽ പ്രവേശിച്ച് നമ്മളിലുള്ള നന്മയും വിശുദ്ധിയും സ്നേഹവും എല്ലാം നശിപ്പിച്ച്, വചനം പറയുന്ന പോലെ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് അവൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലേക്ക് തന്നെ ഒന്ന് ആത്മശോധന ചെയ്യണം, തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നമ്മുടെ ബലഹീനത അത് ഏത് മേഖലയിലാണ് നമ്മൾ കൂടെ വീണ് പോകുന്നത്, അതാണ് നമ്മുടെ ശരിക്കും ബലഹീനത. അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ അത് നമ്മുടെ ഒരു ബലഹീനതയാകാം. ആ മേഖലകളൊക്കെ ദൈവത്തിൽ ഏൽപ്പിക്കാം, ദൈവത്തിന് കൊടുക്കാം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനും കൃപ ലഭിച്ചവർക്ക് സാധ്യമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അവിടെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങൾ നമ്മുടെ ഒക്കെ ബലഹീനതകൾ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ മേൽ കരുണ കാണിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ബലഹീനതകളിൽ പിടിച്ചു നിൽക്കാനുള്ള അഭിഷേകം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിശാചിൻ്റെ എല്ലാ വഞ്ചനകളിൽ നിന്നും പുറത്തു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുമേലായിരിക്കാൻ സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കുക. അതിന് സാധ്യമാകാത്തവർ എഴുന്നേറ്റ് നിൽക്കുക.
കർത്താവ് തരുന്ന വലിയ വിശുദ്ധീകരണവും ശക്തിയും അഭിഷേകവും നമ്മൾ പ്രാപിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. വചനത്തിൽ നമ്മൾ കേട്ടു, നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കുന്നവനാണ് പിശാച്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുമ്പോൾ, ശക്തിപ്പെടുത്തുമ്പോൾ, പിശാച് നമ്മുടെ ബലഹീനതകളെ തെരഞ്ഞു പിടിച്ച് ആ ബലഹീനതകളിൽ നമ്മളെ വീഴിക്കുന്നവനാണ്. ഈ ആരാധന സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ബലഹീനതകളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമുക്ക് എല്ലാം ബലഹീനതകളുണ്ട്. മനുഷ്യരാണ്, മാനുഷിക ബലഹീനതകളുണ്ട്, ആത്മീയ ജീവിതത്തിൻ്റെ ബലഹീനതകളുണ്ട്, പലപ്പോഴായി ഇടറിപ്പോകുന്ന മേഖലകളുണ്ട്, എപ്പോഴും വീണുപോകുന്ന ജീവിതത്തിൻ്റെ മേഖലകളുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നിൽക്കുന്ന ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുണ്ട്, നമ്മളെ നിരന്തരമായി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പല മേഖലകളുണ്ട്. അതെല്ലാം ഇപ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. നമ്മുടെ ഈ ബലഹീനതകളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്. കാരണം ബലഹീനതകളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ബലഹീനത നമ്മൾ ശക്തി പ്രാപിക്കുക. കർത്താവേ, എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട്. ഈശോ, എൻ്റെ കണ്ണുകൾ ബലഹീനമാണ്, എൻ്റെ ചിന്തകൾ ബലഹീനമാണ്, എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഞാനിപ്പോഴും വീണുപോകുന്ന വ്യക്തിയാണ്. എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ ഇടറിപ്പോയിട്ടുണ്ട്, എൻ്റെ സ്നേഹത്തിൽ ഇടർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇടർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ഇടർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പാളിച്ചകൾ. അതെല്ലാം കർത്താവിനറിയാം നമ്മുടെ ബലഹീനതകൾ. ദൈവത്തിന് അറിയാത്ത ഒരു ബലഹീനത നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാ ബലഹീനതകളും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഈശോയെ, ഇതാണ് എൻ്റെ ബലഹീനതകൾ. ഈശോയെ, ഇതാണ് എൻ്റെ ബലഹീനത. ഞാൻ നിരന്തരം വീണുപോകുന്ന മേഖല ഇതാ. ഒത്തിരി പരിശ്രമിച്ചിട്ടും ഒത്തിരി ആഗ്രഹിച്ചിട്ടും എനിക്ക് കീഴ്പ്പെടുത്താൻ പറ്റാതെ എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മേഖല ഇതാ. പലപ്പോഴും ഞാൻ വീണുപോകുന്ന മേഖല ഇതാ. പരിശുദ്ധാത്മാവേ, ഈ മേഖലകളിൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ മേഖലയിൽ എന്നെ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ മേഖലകളിൽ അങ്ങ് എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമേ. ഞാൻ വീണു പോകാതിരിക്കാൻ, ഇനി ഇടറിപ്പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബലഹീന മേഖലകളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ഇതാ ദിവ്യകാരുണ്യ നാഥൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മളിലേക്ക്, നമ്മുടെ ബലഹീനതകളിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകുന്ന സമയമാണ്. അവൻ്റെ ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്ന സമയമാണ്. ആഗ്രഹത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നിന്ന ബലഹീനതകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഇന്നിന്ന പോരായ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഇന്നിന്ന മേഖലകളിൽ ഞാൻ വളരെ ബലഹീനനാണ്. കർത്താവേ, എന്നെ സഹായിക്കണം, എന്നെ ബലപ്പെടുത്തണം, എന്നെ വഴി നടത്തണം, എൻ്റെ കരം പിടിക്കണം ഈശോയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും ഇപ്പോൾ വിടുതൽ പ്രഖ്യാപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ബലഹീനതകളിൽ സാത്താൻ അതുപോലെ മുതലെടുത്ത് ഈ മക്കളെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ, ഏതെങ്കിലും അടിമത്തത്തിൻ്റെ മുഖം ഈ മക്കൾ വഹിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അരൂപികളെയും യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജഡത്തിൻ്റെ മേഖലകളിൽ പെട്ടുപോയ മക്കൾ, ദുശീലങ്ങൾക്ക് അടിമകളായി തീർന്ന മക്കൾ, ആന്തരിക മുറിവുകൾ മൂലം വൈകാരിക പ്രക്ഷോഭത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്ന മക്കൾ, സ്നേഹിക്കാൻ പറ്റാത്ത മക്കൾ, ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത മക്കൾ, ഒന്ന് എളിമപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കഠിനമായി പോയ മക്കൾ, കർത്താവേ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളും, തിന്മ അധികാരമെടുത്തിരിക്കുന്ന ആ ബലഹീനതകളിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന മേഖലകൾ യേശുനാമത്തിൽ വെളിപാട് 12:11 ലൂക്ക 9:1-2 അധികാരത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലുണ്ടാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, കൃപ കുത്തി ഒഴുകട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പുന്നു, കണ്ണു തുറന്ന് ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ കൂടെ നിൽക്കണമേ. എൻ്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ, ഈ കൊച്ചു ജീവിതത്തിൽ, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള എൻ്റെ ഈ ജീവിതത്തിൽ അവസാനം വരെ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക, എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും ആത്മാവിൻ്റെ അഭിഷേകത്തിലും ആത്മാവിൻ്റെ ഇംഗിതത്തിനും ആത്മാവിൻ്റെ സ്വരത്തിനും കീഴ്വഴങ്ങിയും ജീവിക്കുവാനുള്ള ഒരു ശക്തി, സാന്നിധ്യം കൊണ്ട് എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നോക്കി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമകാരുണ്യമേ